ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഗൈസ്, നമ്മളപ്പം കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ട്രിവാൻഡ്രം നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടെമ്പിളിൽ പോകുമ്പോൾ നമ്മൾ പലരും സെർച്ച് ചെയ്യാറുണ്ട് അവിടെ എന്തൊക്കെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോകാം. ഡ്രസ് കോഡൊക്കെ കുറച്ച് ഉള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി ഞാനൊരു അറിവ് ഷെയർ ചെയ്യും കൂടിയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് പോകാൻ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒരു 5:45 6:30 2 ട്രെയിനുകൾ ഇവിടെ സ്റ്റോപ്പുണ്ട്. ഇവിടുന്ന് നമുക്ക് കയറാൻ പറ്റും കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അതിലൊരു ട്രെയിനിലാണ് ഞങ്ങൾ കയറിയത്. ട്രെയിൻ ലേറ്റായിരുന്നു, അപ്പോൾ അതിലൊരു ട്രെയിൻ നമ്മൾ കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളുപ്പിന് ഒരു 4 മണിക്ക് 3:45 4 മണിക്കും ഒരു ട്രെയിനുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി രാവിലെ എത്താം അമ്പലത്തിലെ ദർശന സമയത്തെക്കുറിച്ച് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പം 3:30ക്കാണ് നട തുറക്കുന്നത്. 3:30 തൊട്ട് 4:30 വരെയാണ് ദർശന സമയം. പിന്നെ 6:30 തൊട്ട് 7 മണി വരെയാണ് അടുത്ത ദർശന സമയം. പിന്നെ 1.5 മണിക്കൂറിന് ശേഷം 8:30 തൊട്ട് 10 മണി വരെയും 10:30 തൊട്ട് 10 വരെയും പിന്നെ 11:45 തൊട്ട് 12 മണി വരെ ഇങ്ങനെയാണ് നട തുറക്കുന്ന നമുക്ക് തൊഴാൻ പറ്റുന്ന സമയക്രമങ്ങൾ. ഇതിൽ നല്ല വ്യത്യാസങ്ങൾ വരും. ഫെസ്റ്റിവൽ സമയങ്ങളിലും സ്പെഷ്യൽ ഡേയ്സിലും എല്ലാം ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഈ സമയക്രമങ്ങൾക്കൊന്നും അപ്പം പ്രാധാന്യമില്ല. പിന്നെ 12 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ 5 തൊട്ട് 6 മണി വരെ വൈകിട്ട് നട തുറക്കുന്ന സമയം. 6:15 വരെയാണ്. പിന്നെ 6:45 തൊട്ട് 7:30 വരെയാണ് അടുത്ത്. അപ്പം 7:30ക്ക് അമ്പലം അടയ്ക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെ കുറേ വസ്ത്രധാരണത്തെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുന്നേ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, നമുക്കിവിടെ തൊഴാൻ വരുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ, എന്തിനു പറയുന്ന കീ പോലും നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാം. അതിന് സുരക്ഷിതമായിട്ടുള്ള മാർഗ്ഗങ്ങൾ അവിടെയുണ്ട്. അപ്പം നമ്മുടെ മൊബൈലിന് 10 രൂപ ഈടാക്കുന്നുണ്ട്. വലിയ ബാഗുകൾക്ക് 20 രൂപയും ചെറിയ ബാഗിന് 10 രൂപയും പിന്നെ കുടകൾക്കും അങ്ങനെ എല്ലാത്തിനും ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഇവിടെ സൂക്ഷിക്കാം. കീ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇതും നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ചെറിയൊരു പൈസയൊക്കെ കൊണ്ടുപോകും, ചെറിയൊരു പേഴ്സ് കയ്യിൽ കരുതാം, അതിന് കുഴപ്പമില്ല. അല്ലാതെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അമ്പലത്തിനകത്ത്. അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത്. പെണ്ണുങ്ങളെ പെണ്ണുങ്ങളും ആണുങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് അമ്പലത്തിനുള്ളിലോട്ട് കയറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് ഐതിഹ്യങ്ങൾ നമ്മൾക്ക് കേട്ടറിവുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പറയാം. അതിന് മുന്നേ തന്നെ നമുക്ക് ഡ്രസ് കോഡ് പറയാം. ഇവിടെ ഡ്രസ്സ് പെണ്ണുങ്ങൾക്കാണെങ്കിൽ നമ്മൾ പാവാട, ഉടുപ്പ് അങ്ങനെയുള്ള എല്ലാ വസ്ത്രങ്ങളും ധരിക്കാൻ രണ്ടായിട്ട്. എന്തിനു പറയുന്നു, നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പ് ഇടുവാണെങ്കിലും നമ്മൾ അടിയിലൊരു സ്കേർട്ട് ധരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ചുരിദാർ പാൻറ്റും ടോപ്പായിട്ട് ഇടുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കരുതിയാലും മതി. ഇവിടെയും വിൽക്കുന്നുണ്ട്, നമുക്ക് മുണ്ടുകൾ വാങ്ങാം. അപ്പോൾ അങ്ങനെയോ നമുക്ക് അടിയിൽ മുണ്ട് ധരിക്കേണ്ടതാണ്. പാൻറ് ഇടാം, അതിൻ്റെ പുറത്ത് മുണ്ടും കൂടി നമ്മൾ ചുറ്റണം. അങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ. പിന്നെ ഹാഫ് സാരി ഒക്കെയാണ് പിന്നുള്ള വസ്ത്രങ്ങൾ. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കും എല്ലാം ഇവിടെ ഡ്രസ്സുകൾ നമ്മൾ ഒരുപാട് വിൽക്കുന്നുണ്ട്, സെറ്റിൻ്റെതും അങ്ങനെയുള്ള ട്രഡീഷണൽ വസ്ത്രങ്ങളെ നമുക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ, അങ്ങനെയുള്ള ട്രഡീഷണലായിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ഈ അമ്പലത്തിൽ നമുക്ക് ദർശനം പറ്റുകയുള്ളൂ. ആണുങ്ങളാണെങ്കിൽ മുണ്ട് ഉടുക്കണം. മുണ്ടും തോർത്ത് പോലുള്ള നമുക്ക് ഇത് നേരിയത് അത് നമുക്ക് കഴുത്തേ ചുറ്റാം. അല്ല ഷർട്ടോ ബനിയനോ ഒന്നും ഇടാൻ പാടുള്ളതല്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ വന്നിട്ട് നിങ്ങൾ പാൻറ്റും ടോപ്പും ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നവർക്ക്, ജീൻസോ ടോപ്പോ എന്തിട്ടുകൊണ്ട് വരുന്നവർക്കും വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെ തുണികൾ നമുക്ക് മുണ്ട് അതൊക്കെ ഇവിടെ വിൽക്കാനുണ്ട്. അത് വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പോകാവുന്നതാണ്. പിന്നെ വന്നിട്ട് ഇവിടുത്തെ അറകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് നമ്മൾ ന്യൂസുകളിലും കാര്യങ്ങളിലും ഒക്കെ കേട്ടിട്ടുണ്ട്. നിലവറകൾ 5 നിലവറ വരെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 6ാമത്തെ നിലവറയിൽ അതീവ രഹസ്യമാണ്, അത് നമുക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ തന്നെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ലോക്കൊക്കെ അഴിച്ചിട്ടുണ്ട്. പക്ഷേ 3ാമതൊരു ലോക്കും കൂടി ഉണ്ട്, അത് അഴിച്ചവർക്ക് കയറാൻ പറ്റിയിട്ടില്ല. പിന്നീട് ഇത് തല്ലിപ്പൊട്ടിച്ച് കയറുക എന്നുള്ളത് അവരുടെ ഒരു നമ്മുടെ വിശ്വാസത്തെ ലംഘിക്കുന്നതായതുകൊണ്ട് അതിന് ഹൈക്കോടതിയിൽ നിന്നും അതിനുള്ള അനുമതിയൊന്നും ലഭിച്ചിട്ടില്ല. അപ്പം അങ്ങനെയൊന്നും ചെയ്ത് അത് ഓപ്പൺ ചെയ്തിട്ടുമില്ല. അപ്പം അതിനകത്ത് ശ്രീപത്മനാഭൻ്റെ സ്വന്തം അറയാണ് 6ാമത്തെ നിലവറ എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീചക്രം പോലെയുള്ള അമൂല്യമായ വസ്തുക്കൾ അതിൽ ഉണ്ടെന്നും വിശ്വസിക്കുന്നുണ്ട്. ഈ അറ തുറന്നു കഴിഞ്ഞാൽ ദൈവകോപം ഉണ്ടാകും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും അത് ഒരു രീതിയിൽ നമ്മൾ തല്ലിപ്പൊട്ടിച്ചും ഡാമേജ് ആക്കി അത് കയറ്റാൻ പറ്റത്തില്ല. പിന്നെ ആണെങ്കിൽ അത് വീണ്ടും റിപ്പയർ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനൊന്നും സാധ്യമല്ല.
ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിലെ നിരീക്ഷണം നടത്തിയ അന്നത്തെ ഹൈക്കോടതി നിരീക്ഷകൻ സി രാജൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? അതിവിസ്മയകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു അത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിധി ശേഖരണം എന്നാണ് പറഞ്ഞ് നമ്മൾ ഉണ്ടെങ്കിലും അങ്ങനെ നിധിയല്ല, നിധിശേഖരം, നിധി കണ്ടെത്തുക അങ്ങനെയൊന്നുമല്ല. ഇത് പണ്ട് രാജാക്കന്മാർ പണ്ടൊക്കെ നമ്മൾ കോയിനൊക്കെ വെച്ച് തൊഴുന്നത് കൂട്ട് അവർ സ്വർണ്ണ നാണയം വെച്ചിട്ടാണ് തൊഴുതിട്ടുള്ളത്. ഇങ്ങനെ കാലാകാലങ്ങളായി പത്മനാഭന് ഈ രാജാക്കന്മാരിങ്ങനെ കൊടുത്തിട്ടുള്ള വസ്തുക്കളാണ് ഇത് പിന്നീട് ഇപ്പം വലിയൊരു നിധിശേഖരം പോലെ എന്ന് പറയുന്നത്. അത്രമാത്രം നമ്മൾ ഓരോ കോയിനൊക്കെ വെച്ച് തൊഴുന്നത് കൂട്ട് അവർ സ്വർണ്ണങ്ങളും രത്നങ്ങളും ഇങ്ങനെയൊക്കെ വെച്ച് തൊഴുതിട്ടുണ്ട്. ഇത് കാലാകാലങ്ങളായി ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒരുപാടായി. ഇതാണ് ഇപ്പോൾ ഇത്രയും വിലമതിക്കാനാവാത്ത കാര്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 22 ക്യാരറ്റ് ഗോൾഡ് ഒക്കെ കേട്ടിട്ടുണ്ട്, 18 ക്യാരറ്റ് അതിൽ കുറവൊക്കെ. പക്ഷേ ഇത് 45 ക്യാരറ്റ് ഗോൾഡ് ആണ് ഇവിടെ ഉള്ളത് എന്നാണ് ഇദ്ദേഹം സി രാജൻ, ഹൈക്കോടതി നിരീക്ഷകൻ, ഈ നിലവറയിലെയൊക്കെ നിരീക്ഷണത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ 45 ക്യാരറ്റ് ഗോൾഡ് എന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലേ. 24 ക്യാരറ്റ് തങ്കമൊക്കെ എന്ന് വെച്ചാൽ അത്ര പ്യുവറാണ്. അപ്പോൾ അതിലൊക്കെ അപ്പുറം 45 ക്യാരറ്റ് അങ്ങനെ ഒരു ഗോൾഡ് ഉണ്ടോ എന്ന് പോലും നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വിസ്മയകരമായുള്ള കാഴ്ചകളാണ്. അതുപോലെ ഡയമണ്ട്, ഗോൾഡ്, വെള്ളി, അങ്ങനെ ഒരുപാട് റൂബി, എല്ലാ രത്നങ്ങളും എല്ലാം ഒരുപാട് കുമിഞ്ഞ് ഇതിൻ്റെ ഒരു വിലമതിക്കാനാവത്തില്ല. അത്രമാത്രമാണ് പത്മനാഭൻ്റെ സ്വത്ത് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കൂടുതലൊന്നും അങ്ങോട്ട് പോകണ്ട. നമ്മൾ മെയിനായിട്ടും ഉദ്ദേശിച്ചത് ഇവിടുത്തെ വസ്ത്രധാരണങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് ഷെയർ ചെയ്യുക എന്നതാണ്. കാരണം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇവിടെ ഏത് തരം ഡ്രസ്സ് ഇടാം, പാവാടി ഇടാവോ, ഷർട്ട് ഇടാവോ, അങ്ങനെ നമുക്ക് ഭയങ്കര ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര ഡൗട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതെല്ലാം ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ ഈ ടെമ്പിളിൽ പോയപ്പോൾ ഇതൊന്ന് സെർച്ച് ചെയ്ത് നമുക്ക് മിഡി ടോപ്പ് അങ്ങനെയുള്ളതൊക്കെ ഡ്രസ്സുകൾ ഇടാവോ എന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പം മലയാളത്തിലുള്ള വീഡിയോസൊക്കെ വളരെ കുറവാണ് ഈ ഡ്രസ് കോഡുകളൊക്കെ പറയുന്നത്. അല്ലാതെ അവിടുത്തെ ആചാരങ്ങളും മറ്റും പറയുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.